ഗൈസ് നമ്മുടെ മുമ്പിലിരിക്കുന്നതാണ് ഏറ്റവും പുതിയ SP160cc കിടില സാധനം. എങ്ങനെയുണ്ട് പടച്ചില്? ഹോണ്ടയ്ക്ക് ഇതിനു മുമ്പുള്ള ഒരു എക്സ്ബ്ലേഡ് എന്ന് പറഞ്ഞുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു, വണ്ടി ഉണ്ടായിരുന്നു. അത് ക്യാൻസൽ ആക്കിയിട്ടാ ഏറ്റവും പുതിയ SP160cc ഇറക്കിയേക്കണത്. എങ്ങനെയുണ്ട്? ബാക്കിലും ഫ്രണ്ടിലും നമ്മുടെ ഇതിനു മുമ്പുള്ള SP125 ആയിട്ട് ചെറിയൊരു ഒരു ഭംഗി ഉണ്ടെങ്കിലും അതിൽ നിന്ന് കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടാണ് ഈ ഒരു വാഹനം ഉണ്ടാക്കിയേക്കണേ. അല്പം ബൾക്കി ആയിട്ടും ചെറിയ ചെറിയ ന്യൂ ഫീച്ചേഴ്സും കൂടിയിട്ടാണ് ഈ വാഹനം നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ ഒരു വലിയൊരു വൈസർ കാണാം, ഒരു പിയാനോ ബ്ലാക്ക് ഉള്ളത്. അതിൻ്റെ താഴ്ഭാഗത്തായിട്ടൊരു ഹോണ്ടയുടെ ഒരു സ്റ്റിക്കറൊക്കെ കാണാൻ സാധിക്കും. നമുക്ക് നല്ലൊരു വൈഡായിട്ടുള്ള ഒരു മിറേഴ്സൊക്കെ കാണാൻ സാധിക്കും. അതിൻ്റെ താഴ്വശത്തേക്ക് നമുക്ക് വരുമ്പോൾ LED ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. അതുമാത്രമല്ല ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഹാലോജൻ ബൾബ്സ് ആയിട്ടാണ് വരുന്നത്. ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിലും ബ്രേക്ക് ലൈറ്റും LED ആണ് വരുന്നത്. നമുക്ക് ടെമ്പററി രജിസ്ട്രേഷനുള്ള ബൈക്കാണ്. ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. നല്ലൊരു മാറ്റ് ബ്ലാക്കോട് കൂടിയിട്ടാണ് ഈ വാഹനം വന്നേക്കണം. നല്ലൊരു ക്വാളിറ്റി ഉണ്ട് ഈ കളറിന് കാണാനായിട്ട്. 17 ഇഞ്ചിൻ്റെ ട്യൂബ്ലെസ് ടയേഴ്സാണ് ഫ്രണ്ടിലും വരുന്നത്. ബാക്കിൽ വരുന്നതും 17 ഇഞ്ചിൻ്റെ ട്യൂബ്ലെസ് ടയേഴ്സാണ്. അതുമാത്രമല്ല 276 mm ഒരു പെറ്റൽ ഡിസ്ക് ബ്രേക്ക് നമുക്ക് ഫ്രണ്ടിൽ കാണാൻ സാധിക്കും. അടിപൊളിയായിട്ടില്ലേ? നമ്മുടെ ടാങ്കിൻ്റെ വശത്തേക്ക് വരുമ്പോൾ നല്ല അടിപൊളി ഗ്രാഫിക്സോട് കൂടിയുള്ള ഒരു ബൾക്കി ആയിട്ടുള്ള നമ്മുടെ ടാങ്കാണ് കാണാൻ സാധിക്കുക. 12 ലിറ്ററാണ് ഇതിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് ടോട്ടൽ. ഈ ഒരു ഗ്രാഫിക്സ് ഇങ്ങനെ അറ്റം വരെ പോയിട്ടുണ്ട്. അതുമ്പോൾ ഹോണ്ടയുടെ ഒരു ലോഗവും കാണാൻ സാധിക്കും. താഴെ നമ്മുടെ എയർ കട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു എയർ ഡാമൊക്കെ കാണാൻ സാധിക്കും. വാഹനം സ്പീഡിലൊക്കെ പോകുമ്പോൾ തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു എയർ കട്ടിങ്സ് കൊടുത്താണ്. ഇതാണ് വാഹനത്തിൻ്റെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. ഈ ഹോണ്ടയുടെ ഏറ്റവും പുതിയ SP160 6 കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. പ്ലസ് നമുക്ക് 2 വേരിയൻസ് ആയിട്ടും ഫ്രണ്ടും ബാക്കും ഡിസ്ക് ഉള്ള ഒരു വേരിയൻറ്റും ഫ്രണ്ട് ഒരു ഡിസ്കും ബാക്ക് ഡ്രമ്മും ഇത് രണ്ടാമത്തെ ഒരു വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇനി വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ 160cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. ഫ്യൂൽ ഇഞ്ചക്ഷൻ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അതുപോലെ തന്നെ 13.4 bhp പവറും 14.6 Nm ടോർക്കുമാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ എഞ്ചിനൊരു ഗാർഡൊക്കെ വരുന്നുണ്ട്, പ്രൊട്ടക്ടർ. നമ്മുടെ സൈലൻസറിനെ കുറിച്ച് പറയുമ്പോൾ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു നോയ്സാണ് നമുക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതുമാത്രമല്ല ബാക്കിലും നമുക്ക് 17 ഇഞ്ചിൻ്റെ ടയേഴ്സാണ് വരുന്നത്. നമുക്കിത് ഡിസ്കിനെ മുന്നിൽ 2 ഓപ്ഷനിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ബ്രേക്ക് ലൈറ്റ് ഒരു പുതിയ ന്യൂ ജനറേഷൻ ടൈപ്പ് ബ്രേക്ക് ലൈറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിൻ്റെ താഴ്ഭാഗത്ത് ഹാലോജൻ ഇൻഡിക്കേറ്റേഴ്സും പിന്നെ താഴെ നോർമൽ നമ്മുടെ നമ്പർ പ്ലേറ്റ് ഹോൾഡേഴ്സും അവിടെ കാണാൻ സാധിക്കും. അടിപൊളിയായിട്ടില്ല? ഈ ഒരു ഭാഗം എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഈ ഒരു ബ്രേക്ക് ലൈറ്റിൻ്റെ ഒരു ഭാഗം. ഈ വാഹനത്തിൻ്റെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 2061 mm, വിഡ്ത്ത് എന്ന് പറയുന്നത് 786 mm, ഹൈറ്റ് എന്ന് പറയുന്നത് 1113 mm, വീൽ ബേസ് 1347 mm ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ LED ഹെഡ് ലാംപ്സ്. നമ്മുടെ ഹാലോജൻ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. രാത്രി നല്ല ഒരു ബ്രൈറ്റ് വിഷൻ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സ്റ്റെബിലിറ്റിയും കിട്ടുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ ക്ലസ്റ്റർ നോക്കിയേ, ഒരു റിവേഴ്സ് ക്ലസ്റ്റർ ആയിട്ട് തോന്നുന്നില്ലേ? അതായത് ഫുൾ ബ്ലാക്കിൽ ഒരു വൈറ്റ് ടോൺ ആയിട്ടാണ് വരുന്നത്. നമ്മുടെ CB300Fൻ്റെ ആ ഒരു സെയിം ക്ലസ്റ്റർ ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്ലസ്റ്ററിൻ്റെ അകത്ത് ഒരുപാട് ഐറ്റംസ് നമുക്ക് കാണാൻ സാധിക്കും. ഡിജിറ്റൽ മീറ്റർ ഉണ്ട്, റിയൽ ടൈം മൈലേജ് ഉണ്ട്, ആവറേജ് മൈലേജ് കാണാം, ഡിസ്റ്റൻസ് ടു MT ഉണ്ട്, അതുപോലെ തന്നെ സർവീസ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ താഴെ നമുക്ക് മാറണ കാണാം. ട്രിപ്പ് A, ട്രിപ്പ് B അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ മാറണ കാണാം. നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് A, രണ്ടാമത്തെ സെറ്റ് എന്നുള്ളത് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ബാറ്ററിയുടെ വോൾട്ടേജ് കാണിക്കുന്നുണ്ട്, മൈലേജ് ഇതൊക്കെ നമുക്ക് ആ സൈഡിലും കാണിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ക്ലസ്റ്റർ? ആ ഒരു ഭാഗം അടിപൊളിയായിട്ടില്ലേ? എനിക്ക് പേഴ്സണലി ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടിയാണ് നിങ്ങൾ നോക്കണമെന്ന് വെച്ചാൽ പക്ക അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ സൗണ്ടും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവിടെ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ഡിമ്മും ബ്രൈറ്റും വരുന്നുണ്ട്, പാസ് ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ്, അതുപോലെ ഹോൺ, യൂണിവേഴ്സൽ ഹോൺ കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ കിൽ സ്വിച്ച് കാണാൻ സാധിക്കും, റെഡ് കളറിലുള്ളത് കാണാം. അതിൻ്റെ താഴെ ഹസാർഡ് സ്വിച്ച് വരുന്നുണ്ട്. അതിൻ്റെ താഴെയാണ് വാഹനം ഓൺ ആക്കാനുള്ള ഒരു സ്വിച്ച് വരുന്നത്. 177 mm ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുമാത്രമല്ല 141 kg ആണ് കെർബ് വെയിറ്റ് കേട്ടോ. ഒരു 180 cm ഹൈറ്റ് ഉള്ള ഒരാൾക്ക് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുനടക്കാനും പറ്റും ഈ വാഹനം. സൂപ്പറായിട്ടില്ലേ? ഫ്രണ്ടും ബാക്കും ഡിസ്കുള്ള ആ ഒരു വേരിയൻറ്റിന് വരുന്ന പ്രൈസ് 1,52,000 രൂപയാണ് ഓൺ ദ റോഡ് പ്രൈസ് തൃശ്ശൂർ നമ്മുടെ ജോൺസ് ഹോണ്ടയിൽ വരുന്നത്. അതുപോലെ ഫ്രണ്ട് ഡിസ്കും ബാക്ക് ഡ്രമ്മും എന്ന് പറഞ്ഞുള്ള ആ ഒരു വേരിയൻറ്റ് വരുന്നത് 1,47,000 രൂപയാണ് ഓൺ ദ റോഡ് വരുന്നത്. നമ്മുടെ തൃശ്ശൂരിലുള്ള ജോൺസ് ഹോണ്ടയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ബ്രാഞ്ചസും കാര്യങ്ങളുണ്ട്. മാക്സിമം ടെസ്റ്റ് റൈഡും കാര്യങ്ങളും മാക്സിമം ഓഫേഴ്സും കിട്ടും. 25,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം, അതായത് നമ്മുടെ ഈ വാഹനം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂട്ടാ.
ബാക്കിൽ വരുന്നത് മോണോ ഷോക്ക് സസ്പെൻഷൻ ആണ് വരുന്നത്. അതിൻ്റെ ഒരു ക്വാളിറ്റി എന്തെങ്കിലും നമുക്ക് ഫീൽ ആവുന്നുണ്ട് റൈഡറിനും അതുപോലെ തന്നെ പിലിയനും ബാക്കിലിരിക്കുന്ന ആൾക്ക്. സീറ്റൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ടൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ അലോയ് വീൽസ് ആണ് ഫ്രണ്ടും ബാക്കും വരുന്നത് കേട്ടോ. അതിൻ്റെ ഒരു ക്വാളിറ്റി അടിപൊളിയായിട്ടുണ്ട്. ഈ ഭാഗത്താണ് സീറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഹോള് വരുന്നത്. ഈ ബോഡി ഫ്രെയിമിനെ പറ്റി പറയുമ്പോൾ ഹോണ്ടയുടെ തന്നെ പക്ക വിശ്വസിക്കാൻ പറ്റിയുള്ള ഡയമണ്ട് കട്ട് ഫ്രെയിമാണ് ഈ ഒരു വാഹനത്തിലും വന്നേക്കുന്നത് കേട്ടോ. അതോ നമുക്ക് പക്കയായിട്ട് തന്നെ കൊണ്ടുനടക്കാൻ പറ്റും, നമുക്ക് വിശ്വസിക്കാനും പറ്റും. ഈ ഒരു 1,50,000 രൂപയുടെ ഉള്ളിൽ അല്പം പവർ കൂടിയിട്ടുള്ളതും അതുപോലെ 60 മൈലേജ് ഒക്കെ കിട്ടുന്ന വാഹനമാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ പക്കയായിട്ട് നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് നമ്മുടെ ഏറ്റവും പുതിയ SP 160cc. സീറ്റിൻ്റെ കംഫർട്ടൊക്കെ കണ്ടോ, ഞാൻ ഇരുന്ന് നോക്കി. റൈഡർക്ക് നല്ല ക്വാളിറ്റിയുള്ള കംഫർട്ടാട്ടോ ബാക്കിലത്തെ പിലിയനും. ഈ ഒരു ഭാഗം ശ്രദ്ധിച്ചായിരുന്നു ടാങ്കിൻ്റെ ഭാഗത്ത് നമ്മൾ ഹെൽമെറ്റ് വെക്കണം എന്നാണ് കമ്പനി ഇപ്പോൾ സ്റ്റിക്കർ അടിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത് കേട്ടോ. ഇതാണ് ടാങ്ക് ഓപ്പൺ ചെയ്യാനുള്ള ഒരു പൊസിഷനും കാര്യങ്ങളും. ഈ ഒരു ഭാഗം ഒരു പെയിൻറ്റിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾ കണ്ടായിരുന്നു, ഗ്രേ കളറാണ് വരുന്നത്. നമുക്കൊന്ന് കയറി ഇരുന്നിട്ട് വാഹനം ഒന്ന് ഓണാക്കി നോക്കിയാലോ. ഞാൻ എൻ്റെ സൗണ്ടിൻ്റെ ക്വാളിറ്റി കളിപ്പിച്ചു തരാട്ടാ, നോക്കിക്കോ. നമ്മൾ വാഹനം ഓണാക്കാൻ പോകണം. എൻ്റെ മോനെ നോക്കി സൗണ്ട് നോക്കി, ഭയങ്കര ഹോണ്ടയുടെ എഞ്ചിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് അറിയാലോ. ഹൈലി റിഫൈൻമെൻറ്റ് എഞ്ചിനാണ്, അതുപോലെ നല്ല മൈലേജും കിട്ടും. നൈസ് സൗണ്ട് എന്ന് പറഞ്ഞാൽ നൈസ് സൗണ്ട് ആട്ടോ. ഈ വാഹനം ഒന്ന് ഓണാക്കി വെച്ചിട്ട് നമ്മുടെ റോട്ടിൽ കൂടെ പോയിട്ടുണ്ടല്ലോ, തീരെ കേൾക്കില്ല നോയ്സ്. ഞാനിപ്പോൾ ഒന്ന് സൗണ്ട് കൂട്ടിയിട്ട് കളിപ്പിച്ചു തരാട്ടാ. സൈലൻസിൻ്റെ ഭാഗം നോക്കിയേ. ഇത് ഇങ്ങനെ അടുത്ത് വെച്ച് കേൾക്കണോണ്ട് ഇത്രയും നോയ്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. വാഹനം നമ്മൾ ഓടിച്ചുകൊണ്ട് കിടക്കുമ്പോൾ യാതൊരു വക സൗണ്ട് നമുക്ക് കേൾക്കില്ല കേട്ടാ. അടിപൊളിയായിട്ടില്ലേ ആ ഒരു കാര്യത്തിലൊക്കെ. അതുമാത്രമല്ല നമ്മൾ റൈഡ് ചെയ്ത് ഈ വാഹനത്തിൽ പോകുമ്പോണ്ടല്ലോ ബാക്ക് സപ്പോർട്ടും നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ.